സർവമായ സർവമായ ഞാൻ കണ്ടു. അഖിൽ സത്യൻ ഡയറക്ഷൻ ചെയ്ത് നീമ്പോളി നായകനായ സർവമായാണ് ഇപ്പോൾ ക്രിസ്മസ് ചിത്രങ്ങളിൽ ഏറ്റവും മുൻപന്തിരിക്കുന്ന പടം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവ സർവമായ കണ്ടിട്ട് വന്നേ ഉള്ളൂ. അഖിൽ സത്യൻ്റെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ വരനെ ആവശ്യമുണ്ട്, രണ്ടാമത്തെ സിനിമ പാച്ചു അത്ഭുതങ്ങൾക്ക്, മൂന്നാമത്തെ സിനിമയാണ് സർവമായ. അപ്പോൾ നീമ്പോളിയാണ് നായകൻ. നീമ്പോളി, പിന്നെ രണ്ട് നായകന്മാരുണ്ട്, എനിക്ക് അവരുടെ പേരറിയത്തില്ല. പിന്നെ അജു വർഗീസ്, ജനാർദ്ദനൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അത് നമുക്കറിയാത്ത കുറേ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പടത്തിലേക്ക് വരുവാണെങ്കിൽ പടം നല്ല പടമാണ്, സൂപ്പർ പടമാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് ചിത്രങ്ങളിൽ ഏറ്റവും നല്ല പടമെന്ന് പറയാം. നല്ല തിരക്കുണ്ട്. ഞാൻ കാണാൻ പോകുമ്പോൾ ഹൗസ്ഫുള്ളാണ്. അടുത്ത ഷോയും ഹൗസ്ഫുള്ളാണ്. ഇന്ന് വൈകിട്ടത്തെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളാണ്. പടത്തിൽ ആളുണ്ട്. ക്രിസ്മസ് അല്ല, അവധിയല്ലേ, തിരക്ക് വരും. പക്ഷേ ഇറങ്ങിയ ചിത്രങ്ങളിൽ, ക്രിസ്മസ് ചിത്രങ്ങളിൽ നല്ലൊരു പടമെന്ന് പറയാം. പിന്നെ ഈ പറയുന്നത്ര വലിയ സംഭവങ്ങളും വലിയ പടങ്ങളും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഒരു നല്ല പടം, ഒരു ഫീൽ ഗുഡ് മൂവി. പിന്നെ നീമ്പോളി പൊട്ടി പാളി സഹിക്കുകയല്ലേ, പടങ്ങളൊന്നും വിജയിക്കുന്നില്ല, നിലം തൊടാതെ പൊട്ടുവാണ്. OTT പോലും ആരും പിടിക്കുന്നില്ല, തിയേറ്ററിലൊക്കെ 8 പോട്ടി പോകുക പടങ്ങളൊക്കെ. അപ്പോൾ നീമ്പോളിൻ്റെ ചെറിയ തിരിച്ചു വരാമെന്ന് പറയാം. നീമ്പോളിൻ്റെ പെർഫോമൻസിലായിട്ട് വരുവാണെങ്കിൽ കിഡിലും പെർഫോമൻസ്, ഒരു മോശവും ഇല്ല, അടിപൊളി പെർഫോമൻസ്. അതായത് കോമഡിയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വർക്കൗട്ടും ആയിട്ടുണ്ട്. നീമ്പോളിൻ്റെ കോമഡി എല്ലാം ഞാൻ ചിരിച്ചിട്ടുണ്ട്, കാരണം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. നീമ്പോളി അജു വർഗീസുള്ള കോമ്പിനേഷൻ കുഴപ്പമില്ല. പക്ഷേ അജു വർഗീസ് ചെറിയൊരു ആരോഗ്യമായിട്ടൊക്കെ അജു വർഗീസിൻ്റെ കോമഡിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ നീമ്പോളി അടിപൊളിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. നീമ്പോളിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത് പെർഫോമൻസ്. പിന്നെ അതിനകത്ത് രണ്ട് നായികമാരുണ്ട്. ഒരു നായികയ്ക്ക് വലിയ റോളൊന്നുമില്ല, ഇച്ചിരി ആരൊക്കെ ഉള്ളൂ. വേറെ നായിക അതിനകത്ത് ഒരു പ്രേതായിട്ട് വന്ന് നീമ്പോളോട് കൂടെ നടക്കുന്ന ഒരു സീനാണ്. ഞാൻ കഥ പറയുന്നില്ല, ആ പടത്തിലെ കഥയിലേക്ക് പോകുന്നില്ല. ആ പെണ്ണ് അഭിനയം അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. സൗണ്ട് ഒരു നമ്മുടെ മലർ മിസ് ഇല്ലേ, നമ്മുടെ പ്രേമത്തിനകത്ത്, അവരുടെ സൗണ്ട് പോലെയൊക്കെ തോന്നി. അവരുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പടം ടോട്ടലി നല്ല പടമാണ്. നീമ്പോളി തകർത്തിട്ടുണ്ട്. പിന്നെ അഖിൽ സത്യൻ്റെ ആദ്യത്തെ പടം അറിയില്ല, വരനെ ആവശ്യമുണ്ട്. കിഡിലും പടമാണ്, നല്ല രീതിയിൽ വിജയിച്ച പടമാണ്, നല്ല കളക്ഷൻ കിട്ടിയ പടമാണ്. അല്ല, അതിൻ്റെ ഒരു ആ പാറ്റേണൊക്കെ തന്നെ, ആ ഒരു മോഡലൊക്കെ തന്നെയാണ് ഇതിനകത്തും പിടിച്ചിരിക്കുന്നത്. ആ ഒരു ഫീലൊക്കെ ഇതിനകത്തും ഉണ്ട്. ആ പടത്തിൻ്റെ ഫീലിംഗ് ഇതിനകത്ത് വരുന്നുണ്ട്, ആ ഫ്ലെയറൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സത്യനേക്കാളും മോനല്ലേ, സത്യനേക്കാൾ ഒരേ പാറ്റല്ലേ പിടിച്ചുകൊണ്ടത് പാട്ട്. എന്താ പറയുക, മകനും ഒരേ പാറ്റ പിടിക്കുന്നേ ഉണ്ട്. 3 പടം നല്ല പടമാണ്, വിജയിച്ച പടമാണ്. അപ്പോൾ ഇത് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആദ്യത്തെ 2 പടം പോലൊക്കെ തന്നെ. പക്ഷേ വലിയ ടമാർ കോമഡിയൊന്നുമല്ല, വലിയ ഭയങ്കര എല്ലാവരെയും ചിരിപ്പിച്ച് തലകുത്തുന്ന കോമഡിയൊന്നും അല്ല. അത്യാവശ്യം സിറ്റുവേഷൻ കോമഡിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിരി വരും, നമ്മൾ ചിരിച്ചു പോകും. ഞാനൊക്കെ ഒരു കോമഡി ഉണ്ടെങ്കിൽ അപ്പം തിരിച്ച് തലകുത്തുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോകും. നീമ്പോളിൻ്റെ കോമഡി ഒന്നും മിസ്സായിട്ടില്ല, എല്ലാം നല്ല വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കോമഡിയൊക്കെ ഉണ്ട്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എന്നാൽ പറഞ്ഞത്ര വലിയ പടങ്ങളൊന്നും അല്ല. എന്നാൽ ഈ ക്രിസ്മസ് ചിത്രങ്ങളിൽ ഏറ്റവും നല്ല പടം തന്നെയാണ്. കളക്ഷൻ നല്ലൊരു വരും ചെയ്യും. ക്രിസ്മസ് അവധിയല്ലേ, ഇപ്പം നല്ലോണം തിരക്ക് വരും. ഫാമിലി കയറി പടം ഹിറ്റാണ്, അറിയാലോ. എന്തായാലും നീമ്പോളിലേക്ക് ചെറിയ രീതിയിൽ തിരിച്ചു വരെ നടത്താം. മറ്റേ മാസ് ആക്ഷൻ കാണിച്ച് തിരിച്ചു വരുന്നതാണ് അതിലൊരു പഞ്ച്. പക്ഷേ ഇതൊരു ചെറിയൊരു ഫാമിലി പടത്തിലൂടെ വന്ന് തിരിച്ചു വരെ നടത്താം. പൊട്ടിപ്പാളി സഹിക്കില്ലായിരുന്നു. അപ്പം ഒരു നാട്ടും പുറത്തൊരു പടം, അതിനകത്ത് ചെറിയൊരു ഫാൻറ്റസിയും അങ്ങനെയുള്ള പരിപാടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഒരു പ്രേതത്തിൻ്റെ പരിപാടി, ഫാൻറ്റസി, പേടിക്കാത്ത പ്രേതത്തിൻ്റെ പരിപാടിക്കാണ് അതിനകത്ത്. അപ്പോൾ എല്ലാവരും പോയി കാണുക, നല്ല പടമാണ് സർവമായ. പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. കിഡിലും പടമാണ്, നിങ്ങൾക്ക് നിരാശയാകത്തില്ല. 2.5 മണിക്കൂർ പടമുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ ലാഗും പരിപാടിയൊക്കെ വരുന്നുണ്ട്. അതപ്പോൾ നമുക്ക് ബോറൊക്കെ തോന്നും. പക്ഷെ എന്തായാലും പടം കൊണ്ടുപോകും, നല്ല ട്രാക്കിൽ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.